നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താളമേള വാദ്യവർണ്ണ വിസ്മയങ്ങളുടെ പൂരാവേശത്തിൽ തൃശൂർ. വാദ്യവിസ്മയത്തിന്റെ ആരോഹണവുമായി മടത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും. കുടമാറ്റത്തിന്റെ നിറച്ചാർത്തിൽ അലിഞ്ഞ ജനസാഗരം. കുന്നംകുളത്ത് സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചത് മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗ്. കാളിയെ നേരിടാൻ ദാരിക പടയൊരുങ്ങുന്നു. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സുപ്രസിദ്ധമായ പാവറട്ടി തിരുനാളിന് ഒരുക്കങ്ങളാകുന്നു. നേർച്ചയൂട്ടിനുള്ള പാചകപ്പുര വെഞ്ചരിച്ചു. ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് 1.5 ലക്ഷം പേർക്ക്. തിരുനാളാഘോഷം ഈ മാസം 9, 10, 11 തീയതികൾ. വാർത്തകൾ വിശദമായി. പൂഴി വാരിയിട്ടാൽ വീഴാത്തവണ്ണം തിങ്ങി നിറഞ്ഞ ജനസാഗരം. കത്തി നിൽക്കുന്ന മേടസൂര്യന്റെ ചൂടിനു മുകളിൽ പൂരച്ചൂട്. കണ്ണും കാതും മനസ്സും നിറയ്ക്കുന്ന അനുഭവമായി ശക്തന്റെ തട്ടകത്തിൽ ആവേശപൂരം പെയ്തിറങ്ങി. കരിമരുന്നും കരിവീരന്മാരും വാദ്യമേളഘോഷങ്ങളും ആവേശം വാനോളമെത്തിക്കുന്ന പൂരങ്ങളുടെ പൂരം കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ജനം തിങ്കളാഴ്ച മുതൽക്കേ തന്നെ തൃശ്ശൂരിലേക്ക് ഒഴുകി. പൂരനാളിൽ രാവിലെ തന്നെ തേക്കിൻകാടും സ്വരാജ് റൗണ്ടുമെല്ലാം ജനസാഗരത്താൽ തിങ്ങി നിറഞ്ഞു. രാവിലെ 7:30 തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പിന്നാലെ വിവിധ ഘടകപൂരങ്ങളും എത്തി. രാവിലെ 7:30 കണിമംഗലം ശാസ്താവാണ് ആദ്യമെത്തിയത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ സന്നിധിയിലെത്തിയതോടെ പൂരപ്രേമികൾക്ക് ആവേശമായി. തുടർന്ന് പനമുക്കുംപള്ളി ശാസ്താവ്, കാരമുക്ക് ഭഗവതി, ലാലൂർ ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, അയ്യന്തോൾ ഭഗവതി, നെയ്തലക്കാവ് ഭഗവതി എന്ന ക്രമത്തിൽ എഴുന്നള്ളിപ്പുകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. തിരുവമ്പാടിയുടെ എഴുന്നള്ളിത്ത് തെക്കേ മഠത്തിന് മുന്നിലെത്തിയതോടെ പ്രശസ്തമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങി. കോങ്ങാട് മധുവായിരുന്നു മേളപ്രാമാണികൻ. 12:30 ചെമ്പടകൊട്ടി പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു. വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്ത് ചെമ്പടമേളം ഇലഞ്ഞിത്തറ മേളമായി മാറി. ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച ഇലഞ്ഞിത്തറ മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയായി. ചെണ്ടയും ഇലത്താളവും കൊമ്പും കുഴലുമെല്ലാം ചേർന്നുള്ള താളമേള വിസ്മയത്തിൽ ജനസാഗരം അലിഞ്ഞു. വൈകിട്ട് 5:00 തേക്കിൻകാട് മൈതാനത്ത് കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയത്തിന് ആരംഭമായി. ആദ്യം പാറമേക്കാവ് വിഭാഗവും പിന്നാലെ തിരുവമ്പാടി വിഭാഗവും തെക്കേ നടയിലൂടെ പുറത്തേക്കിറങ്ങി. പിന്നെ വടക്കുന്നാഥന് മുന്നിൽ തെക്കേ ഗോപുരനടയിൽ കാഴ്ചവിസ്മയമൊരുക്കി വർണ്ണക്കുടകൾ ഉയർന്നു. സാമ്പ്രദായിക പട്ടുകുടകൾ, നിലക്കുടകൾ, വടക്കുന്നാഥൻ, തൃക്കാക്കരയപ്പൻ, ഗണപതി, സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ്, LED കുടകൾ തുടങ്ങി സ്പെഷ്യൽ കുടകളും ഇരുവിഭാഗവും മത്സരിച്ചുയർത്തി. രാത്രിപൂരത്തിനു ശേഷം പൂരനഗരിയുടെ ആകാശത്ത് വർണ്ണവിസ്മയമൊരുക്കി ബുധനാഴ്ച പുലർച്ചെയാണ് വെടിക്കെട്ട് നടക്കുക. ബുധൻ രാവിലെ പകൽപൂരത്തിനും വെടിക്കെട്ടിനും ശേഷം വരുന്ന പൂരക്കാലത്തു കാണാമെന്ന് ഉപചാരം ചൊല്ലി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ടുനിന്ന ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയാകും. കുന്നംകുളത്തെ സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗ് ആണ് മരിച്ചത്.
സംഭവത്തിൽ സഹപ്രവർത്തകരായ 20 വയസ്സുള്ള രാമാനന്ദ, 21 വയസ്സുള്ള രബേന്ദ്രകുമാർ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാർച്ച് 14-നാണ് കേസിനാസ്പദമായ സംഭവം. തെങ്ങുകയറ്റ തൊഴിലാളികളായ ഇവർ താമസിച്ചിരുന്ന കുന്നംകുളം നടുപ്പന്തിയിലെ വാടക വീട്ടിൽ വെച്ചാണ് സംഘർഷം ഉടലെടുത്തത്. ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ക്രൂരമായുള്ള മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രഹ്ലാദ് സിംഗ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് മധ്യപ്രദേശിലെ ആശുപത്രിയിലുമായി ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. അറസ്റ്റിലായ പ്രതികൾ സഹോദരങ്ങളാണ്. ചരിത്ര പ്രസിദ്ധമായ കാട്ടകമ്പാൽ പൂരം ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിക്കും. കാളിദാരിക യുദ്ധം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന കാട്ടകമ്പാൽ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കാളിയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ദാരികന്റെ പടപ്പുറപ്പാടിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ചെറിയ കുതിരവേല നടന്നു. ഭഗവതിയുടെ പടയൊരുക്കത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വലിയ കുതിരവേലയും നടക്കും. പൂരദിവസമായ ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടാകും. തുടർന്ന് ഭഗവതിയെ വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിക്കും. ഉച്ചയോടെ ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. ദേശം ചുറ്റി ഇവ വൈകിട്ട് ക്ഷേത്രത്തിലെത്തിച്ചേരും. കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവൻ ഭഗവതിയുടെ തിടമ്പേറ്റും. കേളികൊട്ടിനൊടുവിൽ ക്ഷേത്രത്തിലെത്തുന്ന ദാരികരും കാളിയും രഥത്തിലേറി ക്ഷേത്രത്തിലേക്ക് നീങ്ങും. മതിലകത്ത് വാക്പോരിനൊടുവിൽ ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തിൽ പകൽപൂരം സമാപിക്കും. വ്യാഴാഴ്ച രാവിലെ പാലക്കൽക്കാവിലെ പറയെടുപ്പിനു ശേഷം ക്ഷേത്രത്തിലെത്തുന്ന കാളിയും ദാരികരും വാക്പോര് തുടങ്ങും. പേടിച്ചോടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനം. ക്ഷേത്രത്തിൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരയന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയും വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് KB സുധീപ്, സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ, ട്രഷറർ NR ജയപ്രകാശ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ഭദ്രകാളിയുടെ വേഷം കെട്ടി യുദ്ധത്തിനെത്തുന്ന കല്ലാറ്റ് മണികണ്ഠനെ നേരിടാൻ മകൻ കല്ലാറ്റ് ഗൗരിനന്ദൻ ദാരിക പടയ്ക്കൊപ്പമുണ്ടാകും. കാളിദാരിക യുദ്ധം കൊണ്ട് ശ്രദ്ധേയമായ കാട്ടകമ്പാൽ പൂരത്തിനാണ് അച്ഛനും മകനും എതിർചേരിയിലെത്തുക. കല്ലാറ്റ് മണികണ്ഠൻ 18ാം തവണയാണ് കാളി വേഷം കെട്ടുന്നത്. അതിനു മുൻപ് പതിറ്റാണ്ടോളം പ്രധാന ദാരിക വേഷം കെട്ടിയിട്ടുണ്ട്. കളമെഴുത്ത് കലാകാരനായ അച്ഛന്റെ പാത പിന്തുടർന്ന് മകൻ ഗൗരിനന്ദനും കളമെഴുത്തിൽ പ്രാവീണ്യം നേടിയിരുന്നു. 4ാം തവണയാണ് വഴിപാട് ദാരിക വേഷത്തിൽ ഗൗരിനന്ദൻ എത്തുന്നത്. കല്ലാറ്റ് മണികണ്ഠന്റെ ഇളയ സഹോദരൻ ചന്ദ്രശേഖരനാണ് പ്രധാന ദാരിക വേഷം കിട്ടുന്നത്. കാളിയും ദാരികരും തമ്മിലുള്ള വാക്പോര് കാണുവാൻ ഒട്ടേറെ പേരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. തുടർച്ചയായിട്ട് 18ാമത്തെ വർഷമാണ് ഞാൻ കാളിവേഷം കെട്ടുന്നത്. 2-3 വർഷം മകനും കെട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ 2 വർഷം കെട്ടിയിട്ടില്ല. അപ്പോൾ ഈ വർഷം മകനും വഴിപാട് ദാരികയും കെട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പൂർവികരുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹം, അതുപോലെ നമുക്ക് പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അവകാശം, അത് ഒരു നമ്മുടെ മുൻജന്മ സുഹൃതം ഇല്ലെങ്കിൽ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഓരോ വർഷം വരുമ്പോഴും അതൊരു മഹാഭാഗ്യമാണ് ഓരോ വർഷം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ വർഷം അതുപോലെ വളരെ ഭംഗിയായിട്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് പൂരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായി നടക്കാൻ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നായാടിക്കളിയും ആണ്ടിക്കെട്ടുകളിയും കൗതുക കാഴ്ചയായി. ദേശത്തെ ഉത്സവാഘോഷങ്ങളുടെ വരവ് നാട്ടിലറിയിക്കുന്ന പഴയകാല വിളംബര രീതിയാണ് നായാടി സമുദായത്തിലുള്ള പുരുഷന്മാർ നടത്തുന്ന നായാടിക്കളിയും ഇവരുടെ സ്ത്രീകളും കുട്ടികളും ചേർന്നുള്ള ആണ്ടിക്കെട്ട് കളിയും. കാട്ടകമ്പാൽ പൂര വിളംബരമായിട്ടാണ് ദേശത്തുള്ള വീടുകളിൽ ഇവർ എത്തിയത്. അരിയും പണവും ആഹാരവും നൽകിയാണ് ഇക്കൂട്ടരെ വീട്ടുകാർ തിരിച്ചയക്കാറ്. ദേവീ ദേവസ്തുതികൾ ഈണത്തിൽ പാടി വടികളിൽ താളമിട്ടുള്ളതാണ് നായാടിക്കളി. ഇടയ്ക്ക രൂപത്തിലുള്ള വാദ്യോപകരണമാണ് ആണ്ടിക്കെട്ടുകളിൽ ഉപയോഗിക്കുന്നത്. മുതിർന്ന സ്ത്രീകൾ പാടുന്നതനുസരിച്ചുകൊണ്ട് കുട്ടികളാണ് ആണ്ടിവേഷം കെട്ടിയാടുന്നത്. മറ്റു വാർത്തകൾ. ലണ്ടത്തോട് ബീച്ചിൽ വേണ്ടത്ര പഠനങ്ങൾ നടത്താതെ അശാസ്ത്രീയമായി 500 മീറ്റർ മാത്രം നിർമ്മിക്കുന്ന കടൽഭിത്തിക്കെതിരെ ഇറിഗേഷൻ വകുപ്പ് ജില്ലാ സൂപ്രണ്ടിംഗ് ഓഫീസർക്ക് ജനകീയ സമരസമിതി നേതൃത്വത്തിൽ നിവേദനം നൽകി.
500 മീറ്റർ മാത്രം നിർമ്മിക്കുന്ന കടൽഭിത്തി പ്രദേശത്തെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുമെന്നും കടൽ കയറി കുടിവെള്ള സ്രോതസ്സുകൾക്ക് പോലും ഭീഷണിയാകുമെന്നിരിക്കെ ശാശ്വത പരിഹാരത്തിനായി ആവശ്യമായ പഠനം നടത്തണമെന്ന് സമരസമിതി നേതാക്കൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സമരസമിതി നേതാക്കളായ AM അലാവുദ്ദീൻ, AK മൊയ്തുണ്ണി, V അബ്ദുസമദ്, CU മുസ്തഫ, KM ഷാഹിദ്, റാഫി മാലിക്കുളം തുടങ്ങിയവരും ജനപ്രതിനിധികളായ മന്ദലാകുന്ന് മുഹമ്മദ് ഉണ്ണി, KH ആബിദ് എന്നിവരും സംബന്ധിച്ചു. പറവൂർ ചെറായി പാലത്തിൽ നിന്ന് പുഴയിൽ ചാടി മരിച്ച കുന്നംകുളം അയ്യമ്പറമ്പ് സ്വദേശിനിയുടെ സംസ്കാരം നടത്തി. എറണാകുളം ഗാന്ധിനഗറിൽ താമസിക്കുന്ന അഗതിയൂർ അയ്യമ്പറമ്പ് ചെറുവത്തൂർ ഷാജന്റെ മകൾ 18 വയസ്സുള്ള ഹിമയുടെ സംസ്കാരം കുന്നംകുളം V നാഗൽ ബെറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടത്തി. ഞായറാഴ്ചയാണ് 18-കാരി പാലത്തിൽ നിന്നും ചാടിയത്. പോലീസും ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടുകാരിൽ ചിലർ പെൺകുട്ടിയെ കണ്ടെങ്കിലും രക്ഷിക്കാനായില്ല. രാവിലെ മുതൽ ഫയർഫോഴ്സും പോലീസുമൊക്കെ നാട്ടുകാരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ചാടിയ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ അകലെ മൃതദേഹം തിങ്കളാഴ്ച കണ്ടെത്തുകയായിരുന്നു. കുന്നംകുളം അയ്യമ്പറമ്പ് സ്വദേശിയാണെങ്കിലും ഏറെ നാളായി എറണാകുളത്തായിരുന്നു പെൺകുട്ടിയുടെ താമസം. ജെസി മാതാവും നിമ്മി, നിമ എന്നിവർ സഹോദരങ്ങളുമാണ്. 2025-2026 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം മെയ് 14 മുതൽ ആരംഭിക്കും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9-ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം 14-ന് ആരംഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 20-ആണ്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി മെയ് 24-നും ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 2-നുമാണ്. ആദ്യ അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കാത്തവർക്കുള്ള 2ാം അലോട്ട്മെൻറ്റ് ജൂൺ മാസം 10-നും 3ാം അലോട്ട്മെൻറ്റ് 16-നും നടക്കും. 3 അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി ജൂൺ 18-ന് +1 ക്ലാസുകൾ ആരംഭിക്കും. മുൻവർഷം ക്ലാസുകൾ ആരംഭിച്ചത് 24-നായിരുന്നു. 3 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി ജൂലൈ 23-ന് ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളുടെ ഫലം മെയ് 21-ന് പ്രഖ്യാപിക്കും. +2 പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ടാബുലേഷൻ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. മെയ് 14-ന് ബോർഡ് യോഗം ചേർന്ന് മെയ് 21-ന് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചു. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് 1ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ടാബുലേഷൻ പ്രവർത്തികൾ പൂർത്തിയാക്കി 1ാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കും. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 9-നും പ്രസിദ്ധീകരിക്കും. വാർത്തകളിലേക്ക്. ജീവകാരുണ്യ സംഘടനയായ ഗുരുവായൂർ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടനയുടെ ദീർഘകാല സാരഥിയും ഗുരുവായൂരിലെ അറിയപ്പെടുന്ന സാമൂഹ്യ പൊതുപ്രവർത്തകനുമായിരുന്ന M രാമൻകുട്ടി മേനോന്റെ 7ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന അനുസ്മരണ സംഗമം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യ അനുസ്മരണ പ്രസംഗം നടത്തി. ബാലൻ വാർനാട്ട് ആമുഖ പ്രസംഗം നിർവഹിച്ചു. സുവിധം സെക്രട്ടറി വരുണൻ കൊപ്പര, കൗൺസിലർ രേണുക ശങ്കർ, മുൻ നഗരസഭാ ചെയർമാൻ M രതി ടീച്ചർ, KHRA പ്രസിഡന്റ് OKR മണികണ്ഠൻ, മാധ്യമ പാലിയേറ്റീവ് പ്രവർത്തകൻ അനിൽ കല്ലാറ്റ്, KV രാമകൃഷ്ണൻ, മാർട്ടിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 100ഓളം അമ്മമാർക്ക് പെൻഷനും സഹായധനവും വിതരണം ചെയ്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന്റെ പ്രധാന ചടങ്ങായ നേർച്ചയൂട്ടിനുള്ള പാചകപ്പുര വെഞ്ചരിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ആശീർവാദത്തിന് ശേഷം അടുപ്പിലേക്ക് അഗ്നി പകർന്നു. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ഊട്ടുസദ്യയിൽ ചോറ്, സാമ്പാർ, ഉപ്പേരി, ചെത്തുമാങ്ങ എന്നിവയാണ് വിളമ്പുക. മാനേജിംഗ് ട്രസ്റ്റി OK ഷാജൻ, കൺവീനർമാരായ KD ജോസ്, VR ജോൺ, ആൽബർട്ട് തരകൻ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂവീസ്, PJ വിൻസെന്റ്, KO ബാബു, AV ജോളി, ഡേവിസ് തെക്കേക്കര, ദേവസി മാടവന എന്നിവർ സന്നിഹിതരായിരുന്നു. പാവർട്ടി സ്വദേശി സമുദായ മഠത്തിൽ വിജയനാണ് രുചിവട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന ഊട്ടുസദ്യ ഞായറാഴ്ചയും തുടരും. കാലത്ത് 10 മണിക്കുള്ള നൈവേദ്യ പൂജയ്ക്ക് ശേഷം ഭക്തജനങ്ങൾക്ക്
നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് മുതലുള്ള ഈ യൂത്ത് കാലേജ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് പരിവത്തിൻ്റെ കൺവീനർ വി.ആർ. ജോണും, അതുപോലെ അരിവത്ത് ഞാനും, ജോൺ കൺവീനർ സാബു ലിനിഷ് തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങളാണ് ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. തിരുനാൾ ഭംഗിയായി നടത്തുവാനും ഭക്തജനങ്ങൾക്ക് ഒരു പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ ശതോത്തര സുവർണ ജൂബിലി സ്മാരക ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനവും ശിലാഫലക അനാച്ഛാദനവും ആശീർവാദ കർമ്മവും നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനവും വെഞ്ചിരിപ്പ് കർമ്മവും നിർവഹിച്ചു. ഓപ്പൺ സ്റ്റേജിന് സാൻജോസ് സ്ക്വയർ എന്ന നാമകരണം നടത്തിയതിന്റെ പ്രഖ്യാപനവും റെക്ടർ നിർവഹിച്ചു. സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ചടങ്ങിൽ അധ്യക്ഷനായി. വിവാഹ സുവർണ ജൂബിലി സ്മാരകമായി സ്റ്റേജ് സ്പോൺസർ ചെയ്ത VKG ഗ്രൂപ്പിന്റെ ചെയർമാൻ VK ജോർജിനെയും സഹധർമ്മിണി പ്രസ്തീന ജോർജിനെയും ചടങ്ങിൽ ആദരിച്ചു. മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, കൺവീനർ VV ജോർജ്, ഭാരവാഹികളായ KJ വിൻസെന്റ്, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നീലങ്കാവിൽ, VKG ഗ്രൂപ്പ് ഡയറക്ടർ VG ബാസ്റ്റ്യൻ, NJ ലിയോ, സേവിയർ അർക്കൽ, ജെറോം ബാബു, സേവിയർ കുറ്റിക്കാട്ട് എന്നിവർ സംസാരിച്ചു. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജ് ആദരവിന് മറുപടി പറഞ്ഞു. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം മേഘ്ന സുമേഷ് നയിച്ച സംഗീത സന്ധ്യയും ഗാനമേളയും അരങ്ങേറി. BJP സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് 20 നടക്കുന്ന പണിമുടക്ക് വിജയിപ്പിക്കാനായി എളവള്ളി പഞ്ചായത്ത് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചിറ്റാട്ടുകരയിൽ നടത്തിയ കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. CK രമേശ് അധ്യക്ഷത വഹിച്ചു. PG സുബിദാസ്, TD സുനിൽ, PV അശോകൻ, PA ഷൈൻ, NB ജയ എന്നിവർ സംസാരിച്ചു. പണിമുടക്കിന്റെ ഭാഗമായി മെയ് 16 കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ഗ്രാസ്വേ ഗ്രാമ്യ സംസ്കൃതി വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാസ്വേ സോക്കർ ലീഗ് 4ാം എഡിഷന് തുടക്കമായി. ലഹരി വസ്തുക്കൾ അകറ്റി നിർത്തുവാൻ ഫുട്ബോളിനെ ലഹരിയാക്കാമെന്ന ആശയത്തോടെ ഗ്രാസ്വേ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ്വേ പ്രസിഡന്റ് രാം പാണ്ഡെ അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KM വിനോദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തുടർന്ന് ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ കളിക്കാരും സംഘാടകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സംഘാടനത്തിന് AJ മെജോ നേതൃത്വം നൽകി. ചടങ്ങിൽ സെക്രട്ടറി റിൻസി തോമസ് നന്ദി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ ടീം റൊസാരിയോ ആൽഫ എംപയർ ടീമിനെ 1-7 ഗോളുകൾക്കും ഒസാക്ക ടീമിനെ 1-4 ഗോളുകൾക്കും തോൽപ്പിച്ചു. മെയ് 25 വരെ മത്സരങ്ങൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വഖഫ് സ്വത്തുക്കൾ RSSന് അടിയറ വയ്ക്കില്ല, ഭരണഘടനാ വിരുദ്ധ വഖഫ് നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തി. മുക്കിലപീടിക സെന്ററിൽ നടത്തിയ സമ്മേളനം SDPI ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ പരൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മേപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അഫ്സൽ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെഫീദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അഷ്റഫ്, മണ്ഡലം പ്രസിഡന്റ് PR ഷക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി നവാസ് സ്വാഗതവും ബഷീർ പറയങ്ങാട് നന്ദിയും പറഞ്ഞു. പെരുമ്പടപ്പ് വടക്കൂട്ട് ഇത്തിഹാദ് ദർസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്മാർട്ട് പ്ലസ് തസ്കിയ സൈക്കോളജിക്കൽ ക്യാമ്പ് സമാപിച്ചു. 3 ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടത്തിയത്. ഇതോടൊപ്പം 8ാം ക്ലാസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമായി ഏകദിന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. സമാപന ക്യാമ്പ് ഡോക്ടർ റിയാസ് ആലുവ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹളഫുൽ നാമി ജിഫ്രിയൽ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. സൈക്കോളജിക്കൽ ട്രെയിനർ സലീം പയ്യോളി, ഹനീഫ ഹാജി, ഉമറുൽ ഫാറൂഖ്, തൻവീർ സക്കാഫി തുടങ്ങിയവർ സംസാരിച്ചു. കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോടെക്നോളജിയിൽ AV ശ്രീലക്ഷ്മിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. കുനുമുച്ചി പന്നിശ്ശേരി ആനക്കാക്കിൽ വേണു ഗീത ദമ്പതികളുടെ മകളാണ്. തൃപ്രയാർ ആലിക്കൽ ലിനീഷ് ഭർത്താവാണ്. ചാലശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ആരവം 2025 അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിലെ സെമിഫൈനൽ മത്സരങ്ങൾ ആരംഭിച്ചു. സെമിയിൽ റോയൽ ട്രാവൽസ് കോഴിക്കോട് 3-4 ഗോളുകൾക്ക് ആദ്യപാദത്തിൽ വിജയിച്ചു. ആദ്യ സെമിയുടെ 2ാം പാദ മത്സരത്തിൽ ബുധനാഴ്ച ഇരു ടീമുകളും വീണ്ടും മത്സരിക്കും. കൂറ്റനാട് കണിച്ചിറക്കൽ മാൾ MD റഹ്മാൻ, ഫർഹല ഡയറക്ടർ സിറാജ്, അസീസ് എന്നിവർ മുഖ്യാതിഥികളായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ഫുട്ബോൾ മത്സരങ്ങൾക്ക് ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM മുഹമ്മദ് ഉണ്ണി, ട്രഷറർ ജ്യോതി ദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദീവ എന്നിവർ നേതൃത്വം നൽകി. ആവേശകരമായ മത്സരത്തിന് പിന്തുണ നൽകുവാൻ നൂറുകണക്കിന് പേരാണ് ഗാലറിയിലേക്ക് ഒഴുകിയെത്തിയത്.
നട്ടുച്ചയ്ക്ക് തെങ്ങിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കള്ളുഷാപ്പിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള തെങ്ങിനാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തീപിടിച്ചത്. തെങ്ങിന് സമീപത്ത് കൂടെ കടന്നു പോകുന്ന വൈദ്യുതി കമ്പികൾ ഉരഞ്ഞാണ് തെങ്ങിന്റെ തലപ്പിൽ തീ പടർന്നത്. ക്ഷണനേരം കൊണ്ട് തീ ആളിപ്പടർന്നതോടെ നാട്ടുകാർ കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ ശ്രമപ്പെട്ട് തെങ്ങിന്റെ മണ്ടയിൽ പടർന്നു പിടിച്ച തീ അണച്ചതോടുകൂടിയാണ് പ്രദേശവാസികൾക്ക് ആശ്വാസമായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളെ കാപ്പ പ്രകാരം പെരുമ്പടപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. പുതിയുരുത്തി തണ്ണിത്തുറയ്ക്കൽ നിസാമുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ഇയാളെ പ്രവേശിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ 7 കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നിർദ്ദേശപ്രകാരം പെരുമ്പടപ്പ് സബ് ഇൻസ്പെക്ടർ CP വിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജില്ലയിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ വിഭാഗം ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് പ്രവാസി മലയാളിയും വേലൂർ സ്വദേശിയുമായ ബാബു ഫ്രാൻസിസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടി ദേശീയ പ്രസിഡന്റ് ശരത് പവാർ MP-യുടെ നിർദ്ദേശപ്രകാരം വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലയാണ് ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിച്ചത്. നിലവിൽ പാർട്ടിയുടെ ഓവർസീസ് സെല്ലിന്റെ ദേശീയ അധ്യക്ഷനാണ് ബാബു ഫ്രാൻസിസ്. നോർക്ക ലോക കേരള സഭയിൽ കുവൈറ്റിൽ നിന്നുള്ള പ്രതിനിധി കൂടിയാണ്. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറം ബ്രില്യൻ്റ് അക്കാദമിയുടെ സഹകരണത്തോടെ 2 ദിവസങ്ങളിലായി കുന്നംകുളം CV ശ്രീരാമൻ സ്മാരക ഹാളിൽ നടത്തിവരുന്ന ചെസ് ക്യാമ്പ് സമാപിച്ചു. നഗരസഭാ കൗൺസിലർ ഷാജി ആലിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ദിവ്യ വിജീഷ്, കിഷോർ ലാൽ, TK ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 30 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പുഷ്പരാജ്, അലൻവിൽ, ആൻമരിയ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം മെയ് 29, 30, 31 തീയതികളിലായി ചാവക്കാട് നടക്കും. ഇതിന്റെ ഭാഗമായി ചാവക്കാട് ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ഹോച്ച്മിൻ സ്മാരക മന്ദിരത്തിൽ നടത്തിയ കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാക്കളായ TM ഹനീഫ, KS അനിൽകുമാർ, റീന കരുണൻ, ഉമ്മർ മനാഫ് എന്നിവർ സംസാരിച്ചു. 29-ന് പതാക ജാഥയും കൊടിമര ജാഥയും 30, 31 തീയതികളിൽ പ്രതിനിധി സമ്മേളനം, 31-ന് വൈകിട്ട് ബഹുജന പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന KS ദാസന്റെ 26ാം ചരമവാർഷികം കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. ജില്ലയിലെ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനും തീരദേശവാസികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു KS ദാസൻ എന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KD വീരമണി, ഫൈസൽ ചാലിൽ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KM ഇബ്രാഹിം, PA നാസർ, ആച്ചി ബാബു, PK നിഹാദ് എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്തിൽ അംഗൻവാടികൾക്കുള്ള അനുബന്ധ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കസേര, അലമാര, വെയിങ് മെഷീൻ എന്നിവയാണ് നൽകിയത്. വെള്ളാട്ടഞ്ഞൂർ 85-ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിൽ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, ICDS സൂപ്പർവൈസർ സഹീറ തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി 2024-2025 വർഷത്തിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ ചെലവഴിച്ച് 10 കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, AV അബ്ദുൽ ഗഫൂർ, സമീറ ഷെരീഫ്, ഫിഷ് ലാൻഡിംഗ് സെന്റർ ലേബർ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആച്ചി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ സ്വാഗതവും ഫിഷറീസ് ഓഫീസർ ടോണി നന്ദിയും പറഞ്ഞു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി ഹഫ്സ ഷിഹാബ് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KM ഷിഹാബിന്റെ ഭാര്യയാണ്. മേഴത്തൂർ കോടനാട് കാട്ടത്തയിൽ അലി ഹാജി സുഹ്ര ദമ്പതികളുടെ മകളാണ് ഹഫ്സ. ഇഷാൽ പർവീൻ മകളാണ്. CCC ഗുരുവായൂർ ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ വടകര വരദ അവതരിപ്പിക്കുന്ന അമ്മ മഴക്കാർ നാടകം അരങ്ങേറും. ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നാടകാവതരണം. സ്വർണ്ണവില
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,025 രൂപ, സ്വർണം പവന് 72,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചർമ്മം എരുവപ്പെട്ടി തിപ്പല്ലൂർ വീട്ടിൽ പരേതനായ അപ്പുണ്ണിയുടെ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 76 വയസ്സായിരുന്നു. ജനാർദ്ദനൻ, പ്രകാശൻ, അജിത, സിന്ധു, ജയൻ, വിജയൻ, രജനി, രാജി, സുഷമ, രാജൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ചെറുതുരുത്തി പള്ളത്ത് നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. താളമേള വാദ്യവർണ്ണ വിസ്മയങ്ങളുടെ പൂരാവേശത്തിൽ തൃശൂർ. വാദ്യവിസ്മയത്തിന്റെ ആരോഹണവുമായി മടത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും. കുടമാറ്റത്തിന്റെ നിറച്ചാർത്തിൽ അലിഞ്ഞ് ജനസാഗരം. കുന്നംകുളത്ത് സഹപ്രവർത്തകരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചത് മധ്യപ്രദേശ് സ്വദേശി പ്രഹ്ലാദ് സിംഗ്. കാളിയെ നേരിടാൻ ദാരികപ്പടയൊരുങ്ങി. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സുപ്രസിദ്ധമായ പാവറട്ടി തിരുനാളിനും ക്രമീകരണങ്ങളാകുന്നു. നേർച്ചയൂട്ടിനുള്ള പാചകപ്പുര വെഞ്ചരിച്ചു. ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത് 1.5 ലക്ഷം പേർക്ക്. തിരുനാൾ ആഘോഷം ഈ മാസം 9, 10, 11 തീയതികളിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctvonline.in.